വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ, സ്തോത്രം. 20-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം വായിക്കാം. ഹല്ലേലൂയ. ആ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധി കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. സ്തോത്രം. നമ്മൾ എന്തിനാണ് കടന്നു വന്നത്? നമ്മളെതിലൂടെ തന്നെ ഒന്ന് ചോദിച്ച് പരിചയമനുസരിച്ച് എല്ലാ ഞായറാഴ്ചയും ഈ സമയത്ത് ആരാധനയുണ്ട്, മീറ്റിംഗ് ഉണ്ട്, അല്പനേരം ഒരു സന്തോഷമൊക്കെ ഉണ്ട്, ടെൻഷനൊക്കെ മാറും, ദൈവസന്നിധി പോയിരിക്കാം. ഇതിനു വേണ്ടിയാണോ നാം ദൈവസന്നിധി വന്നത്? സ്തോത്രം. എന്താണ് നമ്മുടെ ആഗ്രഹം? എന്താണ് നമ്മുടെ ഉദ്ദേശം? എന്താണ്? ദൈവസന്നിധിയിൽ നാം പറയണം. സ്തോത്രം. പിശാച് ദുഷ്ടനും കള്ളനുമാണ്. ദൈവസന്നിധി നല്ല ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഇരുത്തിയിട്ട് നമ്മളെ കരിക്കാൻ സമ്മതിക്കത്തില്ല, പട്ടിണി നടത്തി. അതാ പിശാച്. നല്ല ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്, രാജകീയ ഭോജനമാണ്, പക്ഷേ ഭക്ഷിക്കാൻ സമ്മതിക്കത്തില്ല. ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് നമ്മെ ചതിക്കും. നമ്മുടെ മനസ്സൊക്കെ പതറി പലയിടത്തോട് ഇങ്ങനെ ലോകരാജ്യങ്ങളിലും നാട്ടിലും അവിടെ ഇവിടെയെല്ലാം ഓഫീസിലും നമുക്ക് ടെൻഷനുള്ള വിഷയങ്ങളിലെല്ലാം ഇങ്ങനെ മനസ്സ് കയറ്റിവിടും. നമ്മളിവിടെ ഇരിപ്പുണ്ട്, ശരീരം ഇവിടെ ഇരിപ്പുണ്ട്, ആത്മാവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് പിശാച് ചതിക്കുന്ന രംഗം. സ്തോത്രം. ദേഹം, ദേഹി, ആത്മാവ് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഏകാഗ്രമായി തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം നമുക്കൊരു സ്തോത്രം, നമ്മൾ കരുതിക്കൊള്ളണം, ജാഗ്രതയുള്ളവരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു മാന് സ്തോത്രം പോയി വെള്ളം കുടിക്കുമ്പോൾ അതിനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അത് വെള്ളം ഇങ്ങനെ നോക്കുന്നത് വെള്ളത്തിലല്ല നോക്കുന്നത്, അത് ചുറ്റുപാടും ശത്രുക്കൾ വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വെള്ളത്തിന് വേണ്ടി വലിയ ദാഹമുണ്ട്, സ്തോത്രം. എങ്കിലും അത് വെള്ളം കുടിക്കുകയും ചെയ്യണം. എന്ത് ചെയ്യണം? ജീവനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നിത്യജീവൻ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ തന്നെ ഈ ലോകത്തിൽ ജീവിച്ചേ പറ്റൂ. ദുഷ്ടൻ അധിവസിക്കുന്ന ലോകത്തിൽ നാം ജീവിച്ചേ പറ്റൂ. ഇവിടെ വായിച്ചത് ഈ വെളിപ്പാട് പുസ്തകം, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. അതിൻ്റെ 4 മുതലുള്ള വാക്യം, 4-ാം അധ്യായം മുതൽ നാം മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കർത്താവ് വന്ന് നാം രൂപാന്തരപ്പെട്ടതിന് ശേഷം നമ്മുടെ ഭാവി പരിപാടിയാണ് ഈ ലോകത്തിൽ. സ്തോത്രം. നമ്മളെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. അന്നാലും ഇവിടെ മനുഷ്യരുണ്ട്, അവരാരുടെ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന രംഗമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം ഈ വെളിപ്പാട് പുസ്തകത്തിന് അത്ര പ്രാധാന്യം കൊടുക്കണം. സ്തോത്രം. കാരണം അത് വളരെ കറയറ്റതായി. സ്തോത്രം. ബാക്കിയുള്ളത് മോശമാണെന്നുള്ളതല്ല, മറ്റുള്ളതൊക്കെ തങ്ങളുടെ അനുഭവത്തിൽ കൂടെ, പൗലോസ് തൻ്റെ ജീവിതത്തെ അനുഭവത്തിൽ കൂടെ, പത്രോസ് ഓരോരുത്തരും എഴുതിയിരിക്കുക, പ്രവാചകന്മാർ, രാജാക്കന്മാരുടെ ചരിത്രം. എന്നാൽ വെളിപ്പാട് പുസ്തകം അങ്ങനെയല്ല. അതിൻ്റെ ഓരോ വാക്കുകൾക്കും അതിൻ്റെ ആഴമുണ്ട്. ഇവിടെ പറയുന്ന വാക്യം നിങ്ങൾ നോക്കിയേ. സ്തോത്രം. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പം മരണവും പാതാളവും. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, അടുത്ത വാക്യം നോക്കിയേ, ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. അപ്പം 2 മരണമുണ്ടോ മനുഷ്യന് 2 മരണമുണ്ടോ? നമുക്കറിയാവുന്ന ആ കൂടി 1 മരണമേ ഉള്ളൂ. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഈ വെന്റിലേറ്ററെ കൊണ്ടിടുന്നതും, നമ്മൾ ഈ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതും, വലിയ വീടും നല്ല വീടും എല്ലാ വീടും പണിഞ്ഞ് സ്പെഷ്യലായിട്ട് പണിഞ്ഞ് അതിലും കെട്ടി പിന്നെ ഒരു പട്ടിയെ കൂടെ വളർത്തുന്ന എന്തിനാണ്? നമ്മുടെ സുരക്ഷിതത്വം. സ്തോത്രം. ഈ പണിഞ്ഞതിലൊന്നും നമുക്ക് എന്തില്ല? വിശ്വാസമില്ല. ദൈവത്തിലും എന്ത് ചെയ്തില്ല. പിന്നെ ആര് സൂക്ഷിക്കും? ആരാ സൂക്ഷിക്കുന്നേ? അയ്യോ, പട്ടി സൂക്ഷിക്കും. എന്നെ എന്ത് ചെയ്യും? പട്ടി സൂക്ഷിക്കും. എല്ലാത്തിൽ നിന്നും പട്ടി സൂക്ഷിക്കും. ഇതാണ് നമ്മൾ പറയുക. നമ്മൾ മൗനമായി പറയുന്ന കാര്യമായി ഇതൊക്കെ. സ്തോത്രം. ഇപ്പം പറയുന്നത് ഞാൻ പട്ടിയെ, സ്തോത്രം, അതിനൊന്നും അല്ല വളർത്തുന്ന. ഇപ്പം വീട്ടിൽ എൻ്റെ കൂടെ കിടക്കാനും, സ്തോത്രം, എനിക്ക് മിണ്ടി പറഞ്ഞു ഇരിക്കാൻ ഇപ്പോൾ ആരുമില്ല, പിന്നെ ഇതുകൂടി ഇരിക്കട്ടെ എന്നാണ് പിശാച് നമ്മളെ അന്ധത പിടിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവൃത്തിയെ നാം അറിയണം, അതിനെ ജയിക്കണം. സ്തോത്രം. ഈ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഇന്ന് ലോകത്തിൽ നടക്കുന്നത് പോലെ നിങ്ങൾ നോക്കിയാൽ പിശാചിൻ്റെ പ്രവൃത്തി നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. പിശാച് ആരില്ല പ്രവർത്തിക്കുന്നത്? പിശാച് ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. സ്തോത്രം. ഈ ലോകത്തിൽ എത്ര കോടി ജീവനുണ്ട്?
നിങ്ങൾ എന്ത് ചോദിക്കേ? ഇരജാതി, നാൽക്കാലി, മൃഗങ്ങൾ, പറവകൾ, കടലിൽ കിടക്കുന്നു, കരയിൽ കിടക്കുന്നു, എത്ര ഉണ്ട്. ഇതിലെ ഒന്നുപോലും, ഒരെണ്ണം പോലും ആണിനോട് അവലക്ഷണക്കേട് കാണിക്കുന്നില്ല. ഒരു കാളയും തമ്മിൽ കല്യാണം കഴിച്ചത് കേട്ടിട്ടുണ്ടോ? ഒരു പശുവും തമ്മിൽ കല്യാണം കഴിച്ചത് കേട്ടിട്ടുണ്ടോ? അത് ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. എന്നാൽ മനുഷ്യനെ പിശാച് അന്ധത പിടിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവത്തെ അറിഞ്ഞ് അവന് മഹത്വം കൊടുക്കാഞ്ഞത് കൊണ്ട്, ദൈവത്തിന് വേണ്ട ബഹുമാനം കൊടുക്കാത്തത് കൊണ്ട് ദൈവം അവനെ ഒന്ന് എടുത്തൊന്ന് വായിച്ചിട്ട് ഇതിലേക്ക് വരാം. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണെന്ന് തോന്നി. എന്ന് നോക്കിയേ. ഹല്ലേലൂയ. വായിച്ചു. കണ്ടോ എന്തുകൊണ്ടാണ്? സ്തോത്രം. അവർ നിരൂപണ ചിന്തയിൽ അങ്ങ് വ്യർത്ഥരായി തീർന്നു. അങ്ങ് ചിന്തിക്കുക. ദൈവത്തെ അറിഞ്ഞിട്ടും, സ്തോത്രം, സകല മനുഷ്യർക്കും ദൈവം അതിൻ്റെ ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങൾക്കില്ല, ജീവജാലങ്ങൾക്ക് മറ്റൊന്നിനുമില്ല. കാരണം ദൈവത്തിൻ്റെ മകുടമാണ് മനുഷ്യൻ, ദൈവത്തിൻ്റെ ജീവന്റെ അംശമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. സ്തോത്രം. അത്ര ജ്ഞാനം കൊടുത്തപ്പോൾ അവൻ എല്ലാറ്റിനേക്കാൾ കൂടുതൽ ആരെ ബഹുമാനിക്കണം? ദൈവത്തെ ബഹുമാനിക്കണം. പക്ഷെങ്കിൽ അവൻ ദൈവത്തെ എന്ത് ചെയ്തില്ല? ദൈവമെന്നോർത്ത് ദൈവത്തെ അറിഞ്ഞ് സ്തോത്രം അവർക്ക് വെളിപ്പെടുത്തി. സകല മനുഷ്യർക്കും, ആദിവാസികൾക്ക്, എഴുത്തും വായനയുമില്ലാത്തവർക്ക്, വസ്ത്രം ധരിക്കാത്തവർക്ക് ദൈവം വെളിപ്പെടുത്തിയെന്ന്. അതങ്ങനെ ശരിയാണോ? അതൊന്നും എന്ത് ചോദിക്കേ? നമ്മളൊക്കെ ഇത് വായിച്ചും ഗ്രഹിച്ചും ഇപ്പോഴാണ് ഇതിനകത്തൂടെ വരുന്നതൊക്കെ ഒരു ബുദ്ധി ഉണ്ട് ദൈവത്തെ. പക്ഷേ ആദിവാസികൾ, വസ്ത്രം ധരിക്കാത്തവർ, എഴുത്തും വായനയുമില്ലാത്ത, ലിപികളില്ലാത്തവർ, അവരെങ്ങനെ ദൈവത്തെ അറിഞ്ഞേ? ദൈവം പറയുന്നു, ദൈവം അവരെ അറിയിച്ചിട്ടുണ്ടോ? അതിൻ്റെ വാക്യം നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 19-ാമത്തെ വാക്യം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന വിധത്തിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി. എങ്ങനെയാണെന്നാ? വെളിവാക്കിയല്ലോ. ദൈവത്തിൻ്റെ നിത്യശക്തിയും അവൻ്റെ മറ്റാർക്കുമില്ലാത്ത ഡിവൈൻ, ദിവ്യത്വമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. ഈ പ്രസംഗമൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. നമുക്ക് ഇതിനിടയ്ക്ക് 4 ഇംഗ്ലീഷ് വാക്കും എന്തെങ്കിലുമൊക്കെ കുറച്ച് നിന്നൊക്കെ പറയുന്നു. ഒടിവി വന്നിട്ട് പുക പോലെ ഒന്നും മനസ്സിലാകുകയും ചെയ്യരുത്. ഇതൊക്കെ നമുക്ക് പിടിക്കും. പിശാച് അന്ധത പിടിപ്പിക്കുന്ന. നമുക്ക് കാര്യം ഗ്രഹിക്കണം. ഇതല്ലേ വേണ്ടി? നമ്മൾ ഇന്ന് ചോദിക്കേ. ഇവിടെ പറയുന്നു, ദൈവത്തെക്കുറിച്ച് സകല മനുഷ്യരെ ദൈവം എന്ത് ചെയ്തു? അറിയിച്ചു. സകല മനുഷ്യർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എങ്ങനെ വെളിപ്പെടുത്തി? അവൻ്റെ നിത്യശക്തി, മാറ്റമില്ലാത്ത, ഊനമില്ലാത്ത, ഒരിക്കലും ബലഹീനതയില്ലാത്ത. അവിടെ വരുമ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. സ്തോത്രം. എല്ലാ മതങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ട, ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഒരു മതത്തിലും ഇല്ലാത്ത വ്യക്തിയാ നീ. ഒരു നിരീശ്വരവാദിയാ, നീ ഒരു യുക്തിവാദിയാ. പക്ഷേ ദൈവം പറയുന്നു, നീ നിരീശ്വരവാദിയാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും ഞാൻ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ? വേണ്ട, ഇതിന് 4 ഭിത്തിയിലാണ് നിൽക്കുന്നത്. ഈ ആകാശം എന്തോ ഭിത്തിയിലാണ് നിർത്തിയിരിക്കുന്നത്, എന്തെങ്കിലും വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ നിത്യശക്തി. അപ്പം ഒരു ആദിവാസിയാകട്ടെ, ഏത് വിദ്യാഭ്യാസമില്ലാത്തവനും ഈ ആകാശത്തേക്ക് നോക്കി, ചുറ്റുപാട് നോക്കിയപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, പ്രപഞ്ചം എന്ന് പറയാൻ അറിയത്തില്ലായിരിക്കാം, ഇത് മുഴുവനും സൃഷ്ടിച്ച ദൈവം എത്ര മഹാനാണ്, ഈ സൃഷ്ടിച്ചവൻ എത്ര ശ്രേഷ്ഠനാണ് എന്നവനെന്നിപ്പോൾ ഞാൻ നിന്നെ കണ്ടിട്ടില്ല, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല, പക്ഷേ ഇത് സൃഷ്ടിച്ചവനെ ഞാൻ ബഹുമാനിക്കുന്നു, ഇത് സൃഷ്ടിച്ചവനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. അപ്പൊ ദൈവത്തിൻ്റെ നിത്യശക്തി, ദിവ്യത്വമായ അവൻ്റെ അദൃശ്യമായ, നമുക്ക് മറഞ്ഞിരിക്കുന്നതും വെളിപ്പെട്ടതും അദൃശ്യമായ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ, ലോക സൃഷ്ടിച്ചത് മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അതെല്ലാ സമയത്തും ഈ ടവറിൽ നിന്ന് ഇങ്ങനെ സിഗ്നൽ പോകുന്നത് പോലെ
ഓരോ മൊബൈലിലേക്ക് സിഗ്നൽ പോകുന്നത് പോലെ അവൻ്റെ ദിവ്യശക്തി ഓരോ മനുഷ്യർക്കും ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിത്യശക്തിയും ദിവ്യത്വമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അടുത്ത വാക്ക് നോക്കി. ഒരു മനുഷ്യർക്കും എതിർത്തു പറയാൻ കഴിയാത്ത വിധത്തിൽ പ്രതിവാദം പറയുവാൻ ഇല്ലാതിരിക്കേണ്ടതിന്. ഇനി അടുത്ത വാക്യം നോക്കി. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു? അപ്പൊ സകല മനുഷ്യരും ദൈവം ഇതെല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദൈവം രക്ഷയൊരുക്കി. അതവിടെ ഒറ്റ വാക്ക് നിർത്തിയിട്ട് ഇവിടേക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് വരട്ടെ. യേശുക്രിസ്തു ക്രൂശി മരിച്ചു, അവൻ രക്ഷയൊരുക്കി. അവൻ എവിടാ? നമ്മൾ പറയുന്നത് അവൻ എവിടായിരുന്നു? ഞങ്ങളങ്ങ് പത്തനംതിട്ട കിടക്കുക, അങ്ങ് ചിറ്റാറി കിടക്കുക, ശീതത്തോട്ടി കിടക്കുക, അങ്ങ് കാസർഗോഡ് കിടക്കുക. ഇതെവിടെ നടന്ന സംഭവമാണ്? ഇതെവിടെ നടന്നേ? യെരുശലേമിൽ നടന്നോ? ഇതൊക്കെ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നു. ഇതൊക്കെ ശരിയാണോ? പക്ഷേ ദൈവം എന്ത് ചെയ്തു? അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ ആകാശത്തിൻ്റെ കീഴിലുള്ള സകല മനുഷ്യരിൽ നിന്നും ആ ദിവസം അവിടെ കൂട്ടിവരുത്തി മനുഷ്യനെ. അതിനു മുൻപേ ഇസ്രായേലിനെ അടിച്ച് അവനെ തകർത്ത് ലോകത്തിൻ്റെ എല്ലാ ദിക്കിലും ആകാശത്തിൻ്റെ എല്ലാ ദിക്കിലും കൊണ്ടെന്ത് ചെയ്തു? ആ വാക്കെടുത്തൊന്ന് വായിച്ചേ. അന്ന് ആകാശത്തിൻ്റെ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും, അത്രയും മതി, അവിടെ വന്നിട്ടുണ്ടെന്ന്. അത് ബാക്കി താഴോട്ട് വായിച്ചാൽ മതി. അപ്പം ദൈവം ഒന്നും രഹസ്യമായിട്ട് ചെയ്യുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ രഹസ്യമായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങളിപ്പം വടിയും വാളുമായി എൻ്റെ നേരെ വന്നു, ഞാൻ പരസ്യമായിട്ട് നടക്കുകയായിരുന്നു, എനിക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല, ഇതെൻ്റെ ശിഷ്യന്മാരെന്നേ ഉള്ളൂ, നിങ്ങളും പൊക്കോളാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്നെയല്ല വേണ്ടിയേ, ഇവരെ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. കർത്താവിന് നമ്മൾ ബ്ലാക്ക് ക്യാറ്റ് നടക്കുന്ന പോലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾ വോട്ട് ചെയ്തവൻ പോകുന്ന പോക്ക് കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ അന്തം വിട്ടു. ഇവിടുത്തെ രാജാവ് അത്രയും പോലും ഇത് ചെയ്യുന്നില്ല. ഇങ്ങനെ 100 കാറ് മുന്നൽ, പിന്നെ 100 എണ്ണം, പിന്നെ മാറിക്കോ ഞാൻ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അടുത്ത വർഷം അവനോട് ഇരിക്കുമെന്ന് നമുക്ക് തോന്നത്തില്ല. അവന് പൊട്ടശം, അവനെന്ത് വേണം, അവനെ ആരെങ്കിലും തിന്നുമോ എന്നുള്ള ചിന്തയാണ്. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല. അവൻ വന്നപ്പോൾ അവന് ചുറ്റിനും വാളും പരിചയമായിട്ടൊന്നും അവൻ ആരെയും കൊണ്ടു നടന്നില്ല. കുറെ മീൻ പിടിച്ചവരെയും ചുങ്കം പിരിച്ചവരെയും ഇങ്ങനെയുള്ളവരെ അവൻ്റെ ശിഷ്യന്മാരായി അവൻ കൂട്ടിച്ചേർത്തു. സ്തോത്രം. വാളെടുത്ത് ഒരുത്തനെ വെട്ടാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വാൾ ഉറയിലിടാൻ പറഞ്ഞു. വാളെടുക്കുന്നവൻ വാളാലെ നശിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കൂട്ടി വായിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനങ്ങോട്ട് ചിന്തിച്ചിട്ട് സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം, അങ്ങോട്ട് മതി വരുന്നില്ല. ഇതത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഇന്നലെ സ്തോത്രം 8:30 മുതൽ 10 മണി വരെ വീട്ടിലിരുന്ന് സ്തോത്രം തകർന്ന് കണ്ണ് നിറഞ്ഞവരാരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കിക്കേ. വീട്ടിലിരുന്ന് തകർന്ന്, വീട്ടിലിരുന്ന കാര്യമല്ല, വീട്ടിലിരുന്ന കാര്യം ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഞങ്ങളിവിടെ ഒരു 8 മണി തൊട്ട് ഒരു 10 മണി വരെ ഞങ്ങൾ ഇവിടുന്ന് കണ്ണും നിറഞ്ഞു. അതിനാ ദൈവസന്നിധി വരണമെന്ന് പറഞ്ഞേ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്തു? ആ സമയത്ത് തോണ്ടിക്കൊണ്ടിരുന്നു. പിന്നെ അവിടെ നടന്ന എന്താ? ഇത് നടന്ന അതിനാ ദൈവസന്നിധി വരണമെന്ന് പറയുന്നത്. ഇതൊക്കെ ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. നീ അല്പസമയം കിട്ടുമ്പോൾ ദൈവസന്നിധി ഓടി വരണം. കാരണം ഒരു ഹോട്ടലിലും ഒരു ശാസ്ത്രജ്ഞൻ്റെ കയ്യിലും ഒരു UNA-യിലും ഒരിടത്തും കിട്ടാത്തതാ ദൈവസന്നിധി കിട്ടുന്നത്. അത് നിന്റെ ജീവന് പുഷ്ടിയാ. അത് നിന്റെ വീട്ടിൽ ആരെല്ലാം വിരുന്ന് വന്നാലും, നിന്റെ അപ്പൻ തലയും കുത്തി നിന്നാലും, അമ്മ തലയും കുത്തി നിന്നാലും, അപ്പച്ച ഇവിടെ ഇരുന്നാട്ടെ, ഞാൻ വെള്ളമടിക്കാൻ പോവുകയല്ല, ഞാൻ എൻ്റെ സുട്ടാവിനെ ഒന്ന് ആരാധിച്ചിട്ട് വരട്ടെ നീ പറയണം. അല്ലെങ്കിൽ അപ്പച്ച ഇവിടോട്ടിരുന്ന് എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ, ആരാ ദൈവമെന്ന്. ഇല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം ആരാ ദൈവമെന്ന്. ഈ ധൈര്യം കാണിച്ചാൽ പറ്റൂ. പിശാച് കള്ളനാ. അവൻ്റെ അടുക്ക പിശാചെ എന്നെ ഒന്ന് വിട്ടു പോകാമോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ചെന്നാൽ പറ്റത്തില്ല. പിശാചിനെ ശ്വാസിക്കണം, വെട്ടണം, ചിലതിനോട് എതിർത്ത് നിൽക്കണം, എന്നാലേ ജയിക്കാൻ പറ്റൂ. ആർക്കെടുത്ത് ഉള്ളിൽ കയറുവാണെങ്കിൽ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊന്നും പറയാനല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് പറയുകയാണ്, നമ്മളെ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അല്പസമയം കിട്ടുമ്പോൾ അട്ട വലിഞ്ഞു വരുന്നത് പോലാണെങ്കിൽ ദൈവസന്നിധി വരണം. ഒരാരാധന മുടങ്ങി ഇവിടെ ആരാധിക്കുമ്പോൾ എവിടെയെങ്കിലും നീ ജോലി സ്ഥലത്തോ വല്ലതും അവിടെ കിടന്നോ, അവിടെ ജോലി ചെയ്യണം. ജോലി ആത്മാർത്ഥത്തോടെ ചെയ്യുമ്പോൾ ഒന്ന് ഞരക്കം വേണം. അപ്പച്ച എൻ്റെ സ്നേഹിതരെല്ലാം എൻ്റെ കൂട്ടുവിശ്വാസികളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ മേശയൊക്കെ ഉണ്ട്, എനിക്കിന്ന് പോകാൻ പറ്റിയില്ല, എനിക്ക് ഒരിക്കലും ആരാധന മുടക്കരുതേ. ഇങ്ങനെ അവിടെ നിന്നൊന്ന് പറഞ്ഞാൽ മതി, ദൈവം വഴിയൊരുക്കും.
ദൈവം വഴിയൊരുക്കും. ദൈവം നോക്കുന്നത് നിന്റെ ഞരക്കം നോക്കുകയാണ്, നിന്റെ ആ വേദന നോക്കുകയാണ്, ഇവന്റെ ഉള്ളിലെ ആഗ്രഹം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച്, വെള്ളം അടിച്ചു ലോകപ്രകാരം ജീവിച്ച് ഇവിടെ വന്ന് വെള്ളം അടിച്ച് നടന്നവനെ ഈ പദവി നിർത്തണമെങ്കിൽ എന്റെ വലിപ്പം കണ്ടിട്ടല്ല, ദൈവത്തിന് എന്തോ പ്രസാദം തോന്നി. സ്തോത്രം. നമ്മളങ്ങ് പിടുത്തമാ ജീവിക്കാൻ വേണ്ടി. എങ്ങനെ ജീവിക്കാം, എങ്ങനെ ഇച്ചിരൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. നീ പിടിക്കുമെന്ന് വേണം, ദൈവത്തിൻ്റെ പുറകെ പോയാൽ മതി. അവിടെ നിർത്തട്ടെ. അപ്പം അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായ സ്വഭാവം സകല മനുഷ്യർക്ക് ജാതിമത വ്യത്യാസമില്ലാതെ അവൻ വെളിപ്പെടുത്തി. അവൻ രക്ഷയൊരുക്കിയപ്പോഴും സകല മനുഷ്യരെ അറിയിച്ചു. ഭൂമിയുടെ അറ്റത്തോളം, ആകാശത്തിൻ്റെ അറ്റത്തോളം ഈ ജനത്തെ പറഞ്ഞു വിട്ടിട്ട് അവിടെ നിന്നും അവരെ, അന്ന് വണ്ടിയുണ്ടോ വള്ളമുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ യെരുശലേമിൽ കൂട്ടി വരുത്തി ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചിട്ട് വീണ്ടും അവനെ പറഞ്ഞ് ആകാശത്തിൻ്റെ അറുതി വരെ അയച്ചു ഈ ന്യൂസ് എത്തിക്കാൻ. ദൈവം നീതിമാനാണോ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങൾ ചിന്തിച്ച് നോക്കി. അപ്പം ദൈവം ഒന്നും രഹസ്യമായി ചെയ്യുന്നില്ല. ഇവിടെ നോക്കണം. എന്നിട്ട് അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായ സ്വഭാവം ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു. അവർക്ക് പ്രതിവാദം പറയാനില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇനി അടുത്ത വാക്ക് നോക്കിയേ. ഇനിയും അടുത്ത വാക്ക് പറയുകയാണ്. ഇങ്ങനെ സർവ്വ മനുഷ്യരും ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുട്ടുപോയി. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇരുണ്ടു പോയതിടത്തേക്കൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ പറയാം. സ്തോത്രം. അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായിപ്പോയി. മൂഢൻ എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തെന്ന്. മൂഢന്മാരായിപ്പോയി. ഇനി ആ മൂഢൻ എങ്ങനെ ആയെന്ന് അടുത്ത വാക്യം പറയുന്നത്. ഒരല്പം സ്തോത്രം. ഹല്ലേലൂയ. അച്ചായനൊരു ടൈയും കോട്ടും കിട്ടി. സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്, ചുമ്മാ കേട്ടൊന്നുമല്ല, കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഒരു ബ്രീഫ് കേസൊക്കെ പിടിച്ച് ടൈയും കോട്ടും ഒക്കെ കെട്ടി സ്തോത്രം ഇങ്ങനെ പോകുമ്പോൾ സ്തോത്രം ഇച്ചിരി ഒരു അമ്മച്ചി ഒരു കൊട്ടയ്ക്കകത്ത് ഇച്ചിരി പുല്ലും കൊണ്ടിരിക്കുക. പോക്കറ്റിൽ നിന്ന് ഒരു 50 പൈസ എടുത്ത് പുല്ലെടുത്തിട്ട് ദൈവത്തിന് കൊടുക്കും. ബോംബെയിലുമൊക്കെ നിങ്ങൾ ചെന്നാൽ മതി, പശുവിന് കൊടുക്കുമെന്ന്. എന്നിട്ട് അതിനെ തൊട്ടൊന്ന് വന്നിച്ചിട്ട്, ഞാനിവിടെ പോവാ, എനിക്ക് എത്ര രൂപ ശമ്പളമുണ്ട്? 1.5 ലക്ഷം രൂപ ഒരു മാസം, 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്. പക്ഷെ എനിക്ക് എന്തില്ല? വിവേകമില്ല. ഇത് ദൈവമല്ലെന്നുള്ള ബോധം എനിക്കിതുവരെ. ഇനി വായിച്ചേ. അക്ഷയനായ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി, പക്ഷി, നാൽക്കാലി, പശുവിനെ മറ്റും ഇരജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. വിവേകമില്ലാത്ത ഹൃദയം. ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അതെന്തായിരിക്കും സത്യം? ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടും, ഇത്രയും ജ്ഞാനം ഉണ്ടായിട്ടും, ഹല്ലേലൂയ, അതെന്തായിരിക്കും? ഹല്ലേലൂയ. സ്തോത്രം. അതെ, ഇത് മറിക്കരുത്. 2 കൊരിന്ത്യർ 4:4 വരണം. അതെന്താണെന്ന് മനസ്സിലാവും. അതൊന്ന് വായിച്ചേ. 4:4 ഇല്ലയോ? അങ്ങനെ വാക്യമില്ലേ? ദൈവപ്രതിമയായ, ഞാനിതങ്ങ് പറയാം, പക്ഷെ നിങ്ങൾ ഇതിനകത്തൂടെ ഉണ്ടെന്നറിയണ്ടേ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം. അപ്പൊ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സാണെന്ത്? സുവിശേഷം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിലെ ദുഷ്ടപിശാച് അവനെയാ ഈ ലോകത്തിലെ എന്തു പറഞ്ഞിരിക്കുന്നേ? ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലെ ദുഷ്ടപിശാച് ദൈവം അവിശ്വാസിയുടെ കണ്ണെ കുരുടാക്കി കളഞ്ഞു. ദൈവം ആരാണെന്നും ജീവനുള്ള ദൈവം ഏതാണെന്നും സത്യമുള്ള ദൈവം ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയാത്തത് പോലെ, പശുവാണോ പാമ്പാണോ എന്താണെന്ന് അറിയാൻ വയ്യ. ഇതജാതി, നാൽക്കാലി ഇവയുടെ രൂപസാദൃശ്യമാക്കി. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇതിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ച് ജീവനുള്ള സത്യത്തെ ആരാധിപ്പാൻ കൃപ ലഭിച്ചതിനാൽ, എൻ്റെ ഹൃദയം തുറന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാ പൗലോസ് പറയുന്നത്, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായ, ഞാൻ സേവിക്കുന്നത് മറ്റൊന്നിനെയുമല്ല, എന്നെ സൃഷ്ടിച്ചവനെയാണ്, എൻ്റെ ഉടയവനെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതെവിടെ പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ഹല്ലേലൂയത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്തുവാ?
14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഈ കപ്പലിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവൻ പറയുകയാണ്, നിങ്ങൾ 176 പേരവിടെ ഉണ്ട്. ആ 176 പേര് കപ്പിത്താനും വലിയ ബുദ്ധിമാനും ജ്ഞാനികളും പടയാളികളും ശതാധിപനും ഒക്കെ ഉണ്ട്. പക്ഷേ ചങ്ങല ധരിച്ചു കൊണ്ടൊരുത്തം പറയുകയാണ്, 14 ദിവസമായില്ലേ, ഇതൊന്നും വായിക്കാനൊന്നും സമയമില്ല കുഞ്ഞെ, സമയം തീർന്നു പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. 14 ദിവസമായി നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കറങ്ങുന്നല്ലോ, സൂര്യൻ എവിടെ, ചന്ദ്രൻ എവിടെ, എവിടെയാണ് കരയെന്നറിയാൻ വയ്യാതിരിക്കുന്നല്ലോ, ഭക്ഷണം കഴിക്കുക, ഇതിനകത്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഇരിക്കുന്നുണ്ട്, നിന്റെ വേദന കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. എന്നോട് പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിങ്ങളിൽ ഒരുവന്റെയും തലമുടിക്ക് പോലും കേടുവരത്തില്ല. എന്നാൽ നീ കയറിയിരിക്കുന്ന കപ്പൽ ഉടയും, അത് പലകയാകും, പക്ഷെ നിങ്ങളിൽ ഒരുത്തരും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ട് എത്തിക്കും. ഞാൻ ദൈവമാണ്. ഈ കപ്പലൊന്നും വേണ്ട എന്നെ നിന്നെ കൊണ്ട് എത്തിക്കാൻ. ഈ കപ്പലിൻ്റെ ഇത് വലിയ ആഡംബരത്തിൽ പണിതുകൊണ്ട് ഇതിൻ്റെ പലക മതി, പലകയെ പിടിച്ച് നീ അപ്പുറത്ത് കയറും. നിനക്ക് രക്ഷപ്പെടാൻ അധികമൊന്നും വേണ്ട, ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി, അവൻ്റെ ഒരു സാന്നിധ്യം മതി, അവൻ്റെ ഒരു അണിവിരൽ മതി. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വല്ല ഈച്ചയോ വല്ല കൊതുകോ ഒക്കെ മതി നിന്നെ രക്ഷിക്കാൻ. ദൈവത്തിന് വഴിയുണ്ടെന്ന്, അവൻ സർവശക്തനായ ദൈവമാണെന്ന് നീ വിചാരിക്കരുത് അവന് വഴികളില്ലെന്ന്. ഹല്ലേലൂയ. നോക്കിയേ, ഹല്ലേലൂയ. അങ്ങനെ ആ താഴോട്ട് വായിക്കുമ്പോൾ അവർ അങ്ങനെ അതിനെ ആരാധിച്ചു. അങ്ങനെ ആരാധിച്ചു വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? അടുത്ത വാക്യം വായിരേ. ഇങ്ങനെ ചെയ്തത് കൊണ്ട് പിശാച് കണ്ണ് കുരുടാക്കിയതാ. പിശാച് ഇവരുടെ മനസ്സിൽ കൊടുത്തിരിക്കുക, ഇതാ ദൈവം, നീ ഇവിടെ നമസ്കരിച്ചാൽ, നീ നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന മലയിലിരിപ്പുണ്ട്. ഒരമ്മച്ചിക്ക് മലയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആശ്രയിക്കണ്ടേ? ആരെ കാണാൻ? ദൈവത്തെ കാണാൻ. ആ അമ്മച്ചിയുടെ ദൈവത്തെ കാണാൻ അവിടെ പോകണമെങ്കിൽ ആരെയെങ്കിലും, പിന്നെ പോലീസ് നിന്ന് ക്യൂ നിന്നിട്ട് വേണം അപ്പം ദൈവത്തിൻ്റെ അടുക്കലോട്ട് പറഞ്ഞു വിടാൻ. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം അവിടെ ദൈവം കൊടുക്കുന്നത് തീർന്നു പോകും, സാധനം തീർന്നു പോയി, അതിൻ്റെ ഒന്നും പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ ദൈവത്തിൻ്റെ അടുക്കുന്നേക്ക് ഏത് സമയത്തും ചെല്ലാം, ഏത് സമയത്ത്. ഹല്ലേലൂയ. ക്യാമ്പുകളിലൊക്കെ താമസിക്കുമ്പോൾ ബങ്ക് കെട്ടിലൊക്കെ ഇട്ട് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഉടനെ ഒരു ടെലിഫോൺ കോൾ വന്ന് വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നു. ഉറക്കെ ഈ ടെലിഫോൺ പറയാൻ പറ്റത്തില്ല. സ്വത്രം, അച്ഛാ ഇച്ചിരി പൈസ അയക്കണേ, സ്വത്രം, കുഞ്ഞ് ഹോസ്പിറ്റലാ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് അവിടെ നിന്ന് തകരാൻ, ചുറ്റുപാടും ഇരിക്കുന്നവരുടെ മുമ്പിൽ ഒന്ന് തകരാൻ കഴിയാതിരിക്കുമ്പം പെട്ടെന്നിറങ്ങി ബാത്റൂമിൽ കയറി പൈപ്പ് അരിച്ചു വിട്ടിട്ട് ആ ശബ്ദത്തിൽ വാവിട്ട് നിലവിളിക്കുമ്പോൾ അവിടെ ഇറങ്ങി വരുന്നവൻ്റെ പേരാ ദൈവം. അല്ല, നീ ഒരു മലയിലും പോകണ്ട, നീ യെരുശലേമിൽ പോകണ്ട. നിന്റെ വേദനയിൽ നീ തകർന്ന ഹൃദയത്തോടെ അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നവന്റെ പേരാ ദൈവം. എവിടെയും ഇറങ്ങി വരാൻ കഴിയുന്നവൻ, അവനെ അല്ലേ സേവിക്കുന്നേ. അവനെ അറിയാനിടയായതിൽ നീ ഒരു നന്ദി പറയണ്ടേ. ഈ സർവശക്തനെ, ഈ നല്ലവനായ ദൈവത്തെ അറിയാൻ നോക്കണം. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് വേണ്ട ബഹുമാനം കൊടുക്കാതെ, നാട്ടിൽ കുടുംബത്തിലുള്ളവർ ആരെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ പോയി ദൈവത്തെ ആരാധിച്ചോട്ട് വരുമ്പോൾ അവരുടെ മണ്ടേ കയറരുത്. നീ അവരുള്ളത് കൊണ്ടാണ് നീ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ നീ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടും ദൈവം അവനെ അപമാനരാഗങ്ങളിൽ കൈവിട്ട് കളഞ്ഞു. എന്നിട്ട് ആ കൈവിട്ടെന്നുള്ളൊരു തെളിവാണ്, നീ വല്ലപ്പോഴും വെള്ളമടിക്കുന്ന കാര്യമല്ല, വേറൊന്നുമല്ല, ഒരു മനുഷ്യനിലും ഇല്ലാത്ത ഒരു പ്രവൃത്തി ആണാണിനോട്. അതല്ലോ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആണാണിനോട്. ഇപ്പം ഞങ്ങൾ ഗവൺമെൻറ് പോലും ഞങ്ങൾക്ക് പെർമിഷൻ തന്നിരിക്കുക, നിങ്ങൾ ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചോളാൻ. ഏതെങ്കിലും കന്നുകാലി ചെയ്യുന്നുണ്ടോ? അപ്പം ദൈവം നിന്നെ വിട്ടപ്പോൾ നിന്നിലുള്ള വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയപ്പോൾ നിനക്ക് തോന്നിയതാ. ആ പാകം പറഞ്ഞ് ഞാൻ വിടുകയാണ്. അതുകൊണ്ട് സ്വത്രം, അത് നിങ്ങൾ വീട്ടിൽ പോയി അങ്ങോട്ട് വായിച്ചാൽ മതി. ഈ ദൈവവചനത്തിലില്ലാത്ത ഒന്നുമില്ല. സമയം കിട്ടുമ്പോൾ വിളിച്ചാൽ മതി. ഞാൻ ഏത് സമയത്തും രാത്രിയായാലും പാതിരാത്രിയായാലും നിങ്ങളുടെ അടുത്ത് വരാം. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ സ്വത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എവിടെ ജനിക്കണമെന്ന് നമുക്കറിയത്തില്ല.
ജനിക്കുന്ന കാര്യം നമ്മൾ ചോദിച്ചു, നമ്മൾ അറിയാതെ ജനിച്ചതാണ്. നമ്മൾ അറിയാതെ ജനിച്ചെന്ന് ആര് ചെയ്തെങ്കിലും അപ്പച്ചനും അമ്മച്ചിക്കും അങ്ങ് ജനിച്ചു പോയതല്ല. കൃത്യമായ കണക്കുണ്ട്. ഈ ഭൂമിയിൽ എത്ര പേരെ ജനിക്കണമെന്നും അവൻ്റെ ജീവൻ്റെ അംശമാണ്. അല്ലാതെ ഒരുത്തിനും ഇവിടെ അവൻ അറിയാതെ ആരും ജനിക്കുന്നില്ല. പറഞ്ഞ് മനസ്സിലായോ? അപ്പം യാദൃച്ഛ്യമായി നീ ഇതില്ല വന്നതല്ലെന്ന് പറഞ്ഞ് മനസ്സിലായി. അങ്ങനെ ജനിച്ചു, നീ അറിയാതെ നീ ഒരു കുടുംബത്തിൽ ജനിച്ചു പോയി. പക്ഷെങ്കിൽ നിനക്കൊരു മരണമുണ്ടെന്ന് നിനക്കൊരു ഇനി പെട്ടെന്ന് ഓടിച്ചു പറയും, ഒരു മരണമുണ്ടെന്ന് നിനക്ക് അറിയാം. ഒരു മരണമുണ്ടെന്ന് നിനക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നീ ശ്രദ്ധയോടെ ജോലി ചെയ്തോ, ദർഹംസ് മേടിച്ചോ, ഡോളർ കിട്ടുവാണെങ്കിൽ അതും മേടിച്ചു, നല്ല ഹോട്ടലിൽ പോയി കഴിച്ചു, 2 ദിവസം ഹോട്ടലിൽ താമസിച്ചു, ഒക്കെ ചെയ്തു. ഈ പുസ്തകം പോലെ വേറൊരു പുസ്തകമില്ല. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞതുപോലെ, സ്വത്രം യൗവനക്കാരാ നിനക്ക് ബോധിച്ച പോലെ ജീവിച്ചോളാൻ. സഭാപ്രസംഗം അവസാന ഭാഗം ഇരിക്കുക, യൗവനക്കാരാ കിട്ടുന്നൊക്കെ മേടിച്ചടിച്ച് ബോധിച്ചോ. ഇങ്ങനെ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ ആരാ അനുവദിക്കുന്നത്? അങ്ങനെയുള്ളൊരു ദൈവമാണ്. പക്ഷേ നീ ഒന്നോർത്തോണം, ഇതിനൊക്കെ നീ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം എൻ്റെ മുമ്പിൽ വരും. നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ, തോന്നിയ പോലെ ആരെ വേണേലും ആരാധിച്ചോ, പക്ഷെ ഇതിനെല്ലാം നീ കണക്ക് കൊടുക്കണം. നീ എൻ്റെ മുമ്പിൽ ഒരു ദിവസം വരും, അന്ന് നീ കണക്ക് പറയണം. അപ്പൊ നോക്കണം, നീ ജനിച്ചത് ഏത് കുടുംബത്തിലാകട്ടെ, പക്ഷെ നീ മരിക്കുന്നതിന് മുൻപ് നിനക്കൊരു തീരുമാനമെടുക്കണം. നിന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്, ഇതെവിടെ നീ ആകുമെന്ന് നീ ചിന്തിക്കണം. നീ കുറെ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടൊന്നും എത്തില്ല. ചുരുക്കം പറഞ്ഞാൽ, അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് 10 സെൻറ്റേ ഉള്ളെങ്കിലും ഒന്നിൽ അപ്പച്ചൻ എഴുതി വെക്കണം, അല്ലെങ്കിൽ അപ്പച്ചനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് പേര് കൂട്ടിക്കോണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. സ്വത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് സ്വത്തല്ല, ആത്മാവിൻ്റെ കാര്യം അങ്ങനെ പറ്റത്തില്ല. ചിലപ്പം കയറി ഇറങ്ങി സ്വത്ത് ചിലപ്പോൾ അപ്പച്ചൻ മരിച്ചു പോയി, ഒന്നും എഴുതി മേടിക്കാൻ പറ്റിയില്ല, എങ്കിലും ഞാൻ അപ്പച്ചൻ്റെ മകനാണ് എന്നൊക്കെ കൊണ്ട് രേഖയും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നിൻ്റെ പേരിൽ ചേർത്ത് തരുമായിരിക്കും. മരിച്ചിട്ട് ബുദ്ധിമുട്ടായെങ്കിലും കിട്ടും. പക്ഷേ ഇത് ആത്മാവിൻ്റെ കാര്യം അങ്ങനെ കിട്ടത്തില്ല. മരിച്ചു കഴിഞ്ഞ് എത്ര വീശിയാലും, എത്ര പുകയിട്ടിയാലും, കട്ടിലെ തുണിയിട്ട് വിരിച്ചാലും, പിന്നെ എത്ര 16 അടിയന്തരം നടത്തിയാലും, 41 നടത്തിയാലും, പിന്നെ ആത്മാവ് അങ്ങോട്ട് അത് ദൈവം നിശ്ചയിച്ചെടുത്താനേ പോകത്തുള്ളൂ. ജീവനൊഴിക്കുമ്പോൾ നീ എന്തു ചെയ്യുന്നോ, നീ യേശുവിനെ കൈക്കൊള്ളുന്നെങ്കിൽ നീ അവൻ്റെ കൂടെ കഴിയും. പാപിയായിട്ടല്ല നീ നരകത്തിൽ പോകുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. ഞാനൊരു വലിയ പാപിയായുണ്ട്, ഇല്ല, പാപിയായ ഒരുത്തനും നരകത്തിൽ പോകുന്നില്ല. അത് പുതിയൊരു അറിവായിരിക്കും. പാപി ഒരുത്തിനും നരകത്തിൽ പോകുന്നില്ലെന്ന്. പിന്നെന്താ? പാപത്തിന് പരിഹാരം വരുത്തിയവനെ വിശ്വസിക്കാഞ്ഞോണ്ടാ. നീ കൊടുപ്പാവിയാണെങ്കിലും അതിന് പരിഹാരം വരുത്തി നീ വിശ്വസിച്ചാൽ മതി. അത് വിശ്വസിക്കാഞ്ഞത് കൊണ്ടാ നീ എന്ത് ചെയ്യുന്നേ? സ്തോത്രം. ന്യായവിധി എന്നതോ അറിയാവുന്നവരുണ്ട്, പറഞ്ഞു. ന്യായവിധി എന്നതോ ദൈവം വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകൊണ്ട് 3-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നു. ന്യായവിധി എന്നതോ, അപ്പം പാപം പാപിയായത് കൊണ്ടല്ല, പാപിയാണ്. ആ പാപത്തിന് പരിഹാരം ഒരുക്കിയവനെ നീ അംഗീകരിച്ചില്ല, വിശ്വസിച്ചില്ല. പാപിയല്ലാത്തവരാരാ? റോമർ 1:23 സകല മനുഷ്യരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തി പാപിയായിത്തീർന്നു. സകല മനുഷ്യരും, ഇന്നാരെന്നൊന്നുമില്ല. അത് ശലോമോനായാലും രാജാവായാലും അതാരായാലും സർവ്വ മനുഷ്യരും. അവൻ പാപമില്ലാത്തവരൊന്നുമില്ല. പക്ഷെ പാപത്തിന് ദൈവം എന്ത് ചെയ്തു? പരിഹാരം ഒരുക്കിയവനെ നീ വിശ്വസിച്ചാൽ മതി. അവൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പരിഹാരം ഒരുക്കിയത് വിശ്വസിച്ചാൽ മതി, നീ രക്ഷപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ പാപി ആയതുകൊണ്ട് സ്വർഗത്തിൽ പോയെന്നൊന്നും നരകത്തിൽ പോയെന്ന് പറയരുത്. പാപത്തിന് പരിഹാരം ഒരുക്കിയവനെ വിശ്വസിക്കാൻ നോക്കണം. അതാണ് ഈ വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. അതാണ് ന്യായവിധി. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, മരിക്കുന്നതിന് മുൻപേ
അപ്പൻ്റെ സ്വത്ത് ഇവിടുത്തെ അല്ല, സ്വർഗത്തിലെ അപ്പൻ്റെ സ്വത്ത് നീ കൈക്കലാക്കണം. സ്വർഗത്തിലെ അപ്പൻ്റെ സ്വത്ത്. മരിക്കുന്നതിന് മുമ്പ് ഗ്രഹകാര്യം നീ ക്രമപ്പെടുത്തണം. ഗ്രഹകാര്യം ക്രമപ്പെടുത്തണം. അപ്പൻ്റെ സ്വത്ത് നീ എങ്ങനെയെങ്കിലും, അപ്പൻ്റെ രാജ്യത്തിലെ പൗരത്വം നീ എടുത്തുകൊള്ളണം. നിൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. പിന്നെ നീ ആരെ കൊണ്ടെങ്കിലും വീശിയൊന്നും അങ്ങോട്ട് കയറ്റാൻ നീ ശ്രമിക്കരുത്, നടക്കത്തില്ല. എന്തോ ചെയ്താലും നടക്കത്തില്ല. സ്തോത്രം. അപ്പം പിശാച് എന്ത് ചെയ്തിരിക്കുക? കണ്ണ് കുരുടാക്കിയിരിക്കുക. കണ്ണ് കുരുടാക്കിയ നിന്നെ കൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തി ഒത്തിരിയുണ്ട്. എഫേസ്യ ലേഖനം 2:1 വാക്യം വായിച്ച്. നമ്മളുടെ ക്വാളിഫിക്കേഷനാണ്. നമുക്ക് ഡിഗ്രി അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. നമ്മുടെ ഡിഗ്രി, ഡോക്ടറേറ്റ് ഉണ്ട്, എല്ലാം എത്ര എന്നറിയാമോ? എല്ലാം ഇതിനകത്തുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ അതിക്രമങ്ങളാവും പാപങ്ങൾ കൊണ്ട് നിറഞ്ഞവരാ. അങ്ങനെ നിങ്ങൾ മരിച്ചവരായ നിങ്ങളെയും കർത്താവ് ഉയർപ്പിച്ചു. 2:9 മോനെ, 2:1 വാക്യമാണ്. അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന. വായിച്ചു ആരെങ്കിലും വായിച്ചു. നോക്കിയേ, മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ഇപ്പോൾ വ്യാപരിക്കുന്നു. ആ വാക്ക് എടുത്തൊന്നുകൂടെ വായിക്കണേ. അവയിൽ നിങ്ങൾ അപ്പൊ ഈ ലോകത്തെ നടത്തുന്ന കാലഗതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടശക്തി, രാശി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചെല്ലുന്ന ഉടനെ നാള് ചോദിക്കും. എന്തിനാ? മറ്റേ പരിപാടി തന്നെ. അപ്പോൾ ഈ നാളും പരിപാടിയും ഒക്കെ ഇതിനകത്തുനിന്ന് വന്നതാ. അപ്പം ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ ഇതിൻ്റെ നമ്മൾ താമസിക്കുന്നതിൻ്റെ മുകളിൽ ദുഷ്ടൻ്റെ ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥനയൊന്നും മുന്നോട്ട് പോകാത്ത. ആത്മാവി പ്രാർത്ഥിച്ചല്ലേ മുകളിലോട്ട് പോകത്തുള്ളൂ, അല്ലാതെ മുകളിലോട്ട് കയറത്തില്ല. ഓസോം വലയത്തിന് വെള്ളൽ വീണെന്ന് വിചാരിച്ചു നിൻ്റെ പ്രാർത്ഥന മുകളിലോട്ട് കയറത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ആകാശത്തിലെ അധികാരങ്ങളെയും അനുസരണക്കേട് മക്കളിൽ ഒരു അധികാരം വ്യാപരിക്കുന്നുണ്ട്. അതെന്ത് വ്യാപാരമാ? ദുഷ്ടൻ വ്യാപരിക്കുന്നുണ്ട്. അവരിൽ വ്യാപരിക്കുന്ന അവരിൽ ഒരു ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ അതിനെ പറിച്ചു കളയാനാണ് വന്നിരിക്കുന്നത്. നമ്മളിൽ ഏത് ആത്മാവ് വസിക്കണം? കർത്താവിൻ്റെ ആത്മാവ് വസിക്കണം. ഈ ദുഷ്ടാത്മാവ് മാറണം. നിൽക്കണം. ആകാശത്തിലെ അധികാരത്തിനെയും അനുസരണക്കേടുന്ന മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെയും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. കണ്ടോ, നമ്മുടെ യോഗ്യതയാണ്. സ്തോത്രം. ഞാൻ ആ ഭാഗം നിങ്ങൾ പിന്നെ അങ്ങ് 5 വരെയുള്ള വാക്യം ഉണ്ടെങ്കിൽ വായിച്ചു. 5 വരെ 5ാമത്തെ വാക്യമാണോ വായിച്ചേ? എന്നാ വായിലെടുത്തത്. കരുണാസമ്പന്നനായ ദൈവമോ അപ്പൊ ഇതാണ് അവൻ ഉയർപ്പിച്ചു. 12ാമത്തെ വാക്യം പെട്ടെന്ന് വായിരേ. നമ്മൾ ആ കാലത്ത് ഈ യേശുവിനെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ കൂടാത്തവരും ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് നിയമങ്ങൾക്ക് അന്യരും നമ്മുടെ യോഗ്യതയാണ്. അന്നും പലയിടത്തും പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ പോയി അറിയാതെ ആരാധിച്ചത് ഈ ലോകത്തിൻ്റെ കാലഗതിയെ നിയന്ത്രിക്കുന്നവേ പിശാചിനെയും ആകാശത്തിൻ്റെ അധികാരത്തെയും ഇപ്പോൾ അനുസരണം കെട്ടവരുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ട ആത്മാവിനെയും ആരാധിച്ചുകൊണ്ടിരുന്നേന്ന്. ഹല്ലേലൂയ. അപ്പം അവിടെ ഇതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. ഇതിന് ഡിഗ്രി കൊണ്ട് ചെന്നാൽ പറ്റത്തില്ല. ഇതിനെ ഞാൻ ഇത്ര ഡിഗ്രി ഉണ്ട്, ബൈബിൾ മൊത്തം അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ട്, ഇതൊന്നും പറഞ്ഞാൽ പിശാച് പറയും പോടാന്ന് പറയും. കൊല്ലൻ്റെ ആലയിലെ പട്ടിയെ കണ്ടിട്ടില്ലേ? സ്തോത്രം. കൊല്ലൻ്റെ ആലയിൽ കിടക്കുന്ന പട്ടിയൊക്കെ നിങ്ങൾ കൊല്ലൻ്റെ ആല പോലും കണ്ടിട്ടില്ല. ഞാൻ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഈ തീപ്പരിക്ക് കൊണ്ട് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഈ ഇരുമ്പ് വെച്ചിട്ട് മൂർച്ച കൂട്ടാൻ ആരാ കൊണ്ട കൊടുത്തതാ?
അതുവരെ കുറേ പേര് അതുകൊണ്ടായി ഈ സ്തോത്രം പറയുന്നത് കേട്ടില്ലയോ, കുറച്ച് പേരിരുന്ന് വീടി വലിച്ചൊക്കെ ഇരിക്കുന്ന ഉടനെ ഇരുമ്പ് വലിക്കുമ്പം കൊല്ലത്തെയും കാണത്തുള്ളൂ, ബാക്കിയുള്ളവർ ഇടിച്ചു പോകും. കാരണം ഇരിച്ചിരി കഷ്ടപ്പെട്ട പടിയാണ്. അപ്പം നിന്റെ പൈസ ഉണ്ടെങ്കിൽ നിന്നിൽ ഒത്തിരി പേര് കാണും, നീ ഒരു വിഷയം വരുമ്പോൾ ആരും കാണത്തില്ലെന്ന്. അപ്പം ഈ സ്തോത്രം പിന്നെ അച്ചായനും അമ്മാമ്മയും മാത്രമേ ഉള്ളൂ. അമ്മാമ്മ സ്തോത്രം അച്ചായൻ ഈ കനലിനകത്തോട്ട് വെക്കും, അമ്മാമ്മ ഇതിങ്ങനെ ഈ ആലയിൽ ഇതിങ്ങനെ ചൂട് പിടിപ്പിക്കും. ഇത് പരുത്ത് വരുന്ന ഉടനെ എടുത്തതിനകത്തോട്ട് എടുത്ത് വയ്ക്കും. ഇത് അടിയോ. അപ്പം തീപ്പരി പറക്കും, പട്ടി അവിടെ കിടക്കും. പട്ടിക്ക് അറിയാം ഇത് എത്ര നാളാണ് ഞാൻ കണ്ടതാ. ഹല്ലേലൂയ, വല്ലതും മനസ്സിലായി? അപ്പോൾ നിങ്ങൾ നോക്കണം. അതുകൊണ്ട് നിന്റെ ഡിഗ്രി കാണിച്ചാലൊന്നും പിശാച് പോകത്തില്ല. നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ കുടുംബഭാരമോ പോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നീ നിനക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി. എഫേസ്യ ലേഖനം 1-ാം പെട്ടെന്ന് വായിച്ചു നിർത്തണം. 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം തൊട്ട് ഒരു പ്രാർത്ഥനയാണ്. 19 വരെ വായിക്കേണ്ടതാ, എങ്കിലും 16 ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വായിച്ചു, ഇടവിടാതെ സ്തോത്രം ചെയ്ത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അപ്പൊ പ്രാർത്ഥിക്കുക, ദൈവമേ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം എന്നെ ലഭിക്കണേ. എന്നിട്ട് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവർക്ക് വെച്ചിരിക്കുന്ന അവകാശം എന്തെന്നും വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കണം. അപ്പം ഇതൊരു കൊച്ചപ്പൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ അവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, അവനൊരു വെളിപ്പാട്ട് കൊടുക്കണമേ, യേശുവിനെ അറിയാനൊന്ന് സഹായിക്കണേ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ ഒരു രീതി മാത്രമേ പിശാച് കുരുടാക്കിയ ഹൃദയം എന്ത് ചെയ്യത്തുള്ളൂ? തുറക്കത്തുള്ളൂ. സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പം മരിക്കുന്നതിന് മുൻപേ എന്ത് ചെയ്യണം? സകല മനുഷ്യരും അറിയണം ഒരു തീപ്പൊയ്കയുണ്ട്, ഒരു രണ്ടാം മരണമുണ്ട്. സ്തോത്രം. അപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഈ സ്വർഗത്തെ വിവരിക്കുന്ന ഭാഗങ്ങളൊക്കെ 21-ാം വെളിപ്പാട് പുസ്തകം 21, ഞാൻ ഇവിടെ നിർത്തി 21-ാം അധ്യായം 10 മുതലുള്ള വാക്യം വായിക്കണം. സ്തോത്രം. അതിനകത്തെ അതിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 23-ാം വാക്യം 21-ന്റെ 23. സൂര്യൻ ഇവിടെ ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്തോ ഇവിടുത്തെ അന്ധകാരം നോക്കറിയാം. ചന്ദ്രന് വെട്ടം വന്നില്ല. അവിടെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. പിന്നെ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ മുഖത്തെ തേജസ്സാണ് ഈ കോടാനുകോടി വിശുദ്ധന്മാർ സ്വർഗം മൊത്തം പ്രകാശിക്കുന്നത്. ഒറ്റ ലൈറ്റേ ഉള്ളൂ, അത് യേശുവിൻ്റെ മുഖത്തു നിന്ന് വരുന്നതാണ്. നീ സേവിക്കുന്ന കർത്താവിൻ്റെ മുഖത്ത് കരമുയർത്തി ശക്തമായ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അടുത്ത വാക്യം വൈര് വട്ടം. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. രാത്രി അവിടെ ഇല്ല. നോക്കണം, സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ വല്ല വിധേനം ചെല്ലണം. അതിനാണ് ഈ കർത്താവിൻ്റെ തിരുമേശയും ഈ ശുശ്രൂഷയും എല്ലാം നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതെങ്ങനെ ചെല്ലുമെന്നുള്ളതാ. ആര് ചെല്ലും, എന്ന് ചെല്ലും. അതുകൂടെ അതിൻ്റെ 14-ന്റെ 12, 13 കൂടെ വായിച്ചേ. 14-ന്റെ 12, 13. ഇവിടെ ആവശ്യം. അപ്പം 2 കാര്യം. ഒന്ന്, ദൈവകൽപ്പന നീ അനുസരിക്കണം. യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കണം. ദൈവകൽപ്പന നീ അനുസരിക്കണം. സ്തോത്രം. യേശുക്രിസ്തുവിനെ നീ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അങ്ങനാണെങ്കിൽ രണ്ടാം മരണത്തിൽ നീ ഒഴിഞ്ഞു പോകും. സ്തോത്രം. അതിൻ്റെ 14-ന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. 14-ന്റെ 7. ദൈവത്തെ ഭയപ്പെട്ട് ആരെ ആരാധിക്കണമെന്ന? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും. ഹല്ലേലൂയ.
നീ ആരെ ആരാധിക്കണം? ആകാശം സൃഷ്ടിച്ചവനെ, ഭൂമിയെ സൃഷ്ടിച്ചവനെ, സമുദ്രത്തെ സൃഷ്ടിച്ചവനെ, സർവ്വ നീരുറവയെ സൃഷ്ടിച്ചവനെ നീ ആരാധിക്കണം. ഇല്ലെങ്കിൽ രണ്ടാം മരണം നിന്നിൽ വരും, നീ നിത്യ നരകത്തിൽ പോകും. ഹല്ലേലൂയ. ഇതിനു വേണ്ടി വല്ല വിധേന നീ അവിടെ ചെല്ലാനാ. സ്തോത്രം. എന്ത് ചെയ്തേ? അവൻ സമ്പന്നൻ, ഇത്ര വലിയവൻ സമ്പന്നനായിട്ടും അവൻ ആരായി മാറി? ദരിദ്രനായി. നിനക്ക് വേണ്ടി ദരിദ്രനായി, വസ്ത്രം ധരിക്കാത്തവനായി, നഗ്നനായി ക്രൂശിൽ കടന്നുകൊണ്ട് ഒരിറ്റു വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നവൻ ദാഹിച്ചിട്ട് നിന്നോട് ചോദിക്കും, എന്തിനാ? നിന്നെ സമ്പന്നനാക്കാൻ. നിന്നെ 8:9 ഒന്ന് വായിച്ചു വേണേ. 2 Corinthians 8:9 നിർത്തട്ടെ. 2 Corinthians 8:9. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നു. ആ ആ ആ തീർന്ന കൃപ നിങ്ങൾ അറിയുന്നവൻ. കണ്ടോ, അവൻ സമ്പന്നനായിരുന്നിട്ടും, അവൻ സമ്പന്നനായിട്ടും നിനക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? സ്തോത്രം. നിനക്ക് വേണ്ടി അവൻ ദരിദ്രനായി. എന്തിനാ? നിന്നെ സമ്പന്നനാക്കി. അപ്പച്ചൻ്റെ സ്വത്ത് മൊത്തം ഇപ്പം അങ്ങനെ, അപ്പച്ചൻ്റെ സ്വത്ത് മൊത്തം മക്കൾക്കെതിരെ ഇപ്പം അപ്പച്ചൻ വരിയാധാരമായി. അപ്പച്ചൻ ഇപ്പം എവിടാ? കൈയടിക്കണ്ട കേട്ടോ. സ്തോത്രം. അപ്പച്ചൻ ഇപ്പം എവിടാ? ഹല്ലേലൂയ. സ്തോത്രം. വൃദ്ധസദനത്തിലാണ്. വലിയ ധനികനായിരുന്നു അപ്പച്ചൻ, മക്കൾക്ക് എഴുതി കൊടുത്തു. നോക്കണം, കർത്താവ് ദരിദ്രനായി നിനക്ക് വേണ്ടി. ചുമ്മാതെ സിംഹാസനത്തിലിരുന്നോ 10 തലയും കയ്യുമൊക്കെ കാണിച്ച് നിന്നെ ഇവിടെ വാ, ഞാൻ നിന്നെ ഇപ്പം രക്ഷിക്കാമെന്ന് പറഞ്ഞതല്ല. നിന്നെക്കാട്ടിൽ താണ് വന്ന് വരിയിൽ ജനിച്ച് നഗ്നനായി കഷ്ടം സഹിച്ചിട്ടാണ് നിന്നെ അതിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. നിനക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഏത് കുടുംബത്തിൽ, ഏത് മതത്തിൽ, എവിടെയും ജീവിച്ചാലും, ആരെല്ലാം തടുത്താലും നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ആ വിശുദ്ധിക്ക് നിൽക്കണം. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ദൈവസന്നിധി വരണം. ഞാനിവിടെ വാക്ക് നിർത്തുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എന്ന് ആയിരിക്കുക. ചിലരെന്ത് ചെയ്യുക? ചിലർ ആയിരിക്കുന്ന യേശു നല്ലതാണ്, എല്ലാ കാര്യം നടക്കും. അതുകൊണ്ട് ഈ ലോകത്തെ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവർ സകല മനുഷ്യരിലും ചിലർ ഈ കാര്യം നടക്കാം, ഈ ലോകത്തിൽ നടക്കാം. വിസ അടിക്കണം, നല്ല ജോലി കിട്ടണം, ജോലിയിൽ പ്രശ്നം ഉണ്ടാകരുത്, വണ്ടി പോകുമ്പോൾ തട്ടരുത്, സ്തോത്രം, ക്യാമറ അടിക്കരുത്. ഇതിനെല്ലാം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇച്ചിരി പൈസ ഉണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും റേറ്റ് നോക്കുക. എപ്പോഴാണ് റേറ്റ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് അയക്കാനാ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് സ്തോത്രം ചെയ്യും ദൈവമേ. ഹല്ലേലൂയ. ഇത് എല്ലാം ഇങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടി ഇതെല്ലാം നിൻ്റെ കാര്യം നടക്കും ഈ ഭൂമിയിൽ. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും നിൻ്റെ നടപ്പിലും ഇരിപ്പിലും എല്ലാം നിൻ്റെ ചിന്ത ഉയരത്തിലുള്ളതായിരിക്കണം. ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അവൻ ഉയർത്തനേറ്റതുപോലെ നീ എന്ത് ചെയ്യും? ഉയർക്കും. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമുക്കായി ഊറ്റിത്തന്നു. ഞാൻ പറഞ്ഞു വന്നതെല്ലാം മനസ്സിലായി. നീ എവിടെയെങ്കിലും ജനിച്ചു, നീ അറിവില്ലായ്മയിൽ ജനിച്ചു, നീ പിശാചിൻ്റെ അധീനതയിലായിപ്പോയി. പക്ഷെ നീ മരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ബിൽഗേറ്റ് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഒരുവൻ ദരിദ്രനായി ജനിക്കുന്ന അവൻ്റെ തെറ്റല്ല, പക്ഷേ ദരിദ്രനായി മരിക്കുന്നത് അവൻ്റെ കുറ്റമാണ്. എന്നിട്ട് വലിയ ധനികനായ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ ധനികനായിട്ട് മരിക്കത്തില്ല, ഇതെല്ലാം ഞാൻ ആർക്കെങ്കിലും വിറ്റുകൊടുക്കും. അപ്പോൾ നാം എവിടെയെങ്കിലും ജനിച്ചത് തെറ്റല്ല, പക്ഷെ മരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി നീ മരിക്കണം. നീ സ്വർഗീയ പൗരൻ ആയി മരിക്കണം. അതിന് നിന്നെ തടുക്കരുത് ആരും. അവർക്ക് മനസ്സിലാകുന്നില്ല, നിൻ്റെ തുണയാളിക്കോ നിൻ്റെ കുടുംബത്തിലുള്ളവരോ ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ അവർ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ നിമിത്തം അവരിൽ തേജസ് വരും. നീ അവരെ സന്തോഷിപ്പിക്കാൻ അവരുടെ കൂടെ നീ ഇരുന്നാൽ നീയും നശിച്ചു പോകും, അവരും നശിച്ചു പോകും. അതുകൊണ്ട് നീ നിൻ്റെ വിശുദ്ധി, എടാ ഇതുവരെ ഞാൻ കുറേ നാളായിട്ട് ലൈറ്റും കത്തിച്ചിങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് നീ നിൽക്കുകയാണ്, ഞാനിങ്ങനെ സ്തോത്രം, ഇനിയും കുറച്ച് നാൾ കത്തുന്നില്ലെന്ന് പറഞ്ഞാൽ നിന്റെ പ്രകാശം ആരൊക്കെയാലും കിട്ടുമെന്ന്. നീ അവിടെ നിന്ന് മഞ്ഞും മലയും കൊണ്ടിട്ട് നീ പ്രകാശം കൊടുക്കേ, ചിലരൊക്കെ ആ വെളിച്ചത്തിൽ നടക്കും. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണമാണ്. ജീവപുസ്തകത്തിൽ ഒന്ന് പരിശോധിച്ച് കണ്ണുകളെ അടച്ചിട്ട് ആ കരുനെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇത്ര വരെ ആയുസ് ലഭിച്ചു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എത്ര ഭാഗ്യമാണ്. സ്തോത്രം.
ഞാൻ ഇന്നും സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ ജന്മദിനമുള്ള ദിവസമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസ്സിൽ ഇന്ന് വരെ ജീവിക്കുവാൻ ദൈവം കൃപ തന്നു. സ്തോത്രം. ഊനമില്ലാത്തൊരു ജന്മം ദൈവം തന്നു. ഒത്തിരി ഞെരുക്കങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും പകർച്ചവ്യാധിയും ഒത്തിരി വന്നു. എന്നാൽ ഇന്ന് വരെ ദൈവം നിർത്തി. സ്തോത്രം. ഇന്ന് രാത്രി പറയും, എന്നാൽ ഞാൻ മരിക്കുമ്പോൾ കർത്താവേ ആ കാഹളം കേൾക്കാൻ, ആ യേശുവിൻ്റെ സന്നിധി വരാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഞാൻ അങ്ങയോട് യാചിക്കുന്നു. രണ്ടാം മരണം, നിത്യമരണം എന്നിൽ കടന്നു വരരുതേ. ഹല്ലേലൂയ.